ഗെയിം കളിക്കാൻ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ ഒരു കുട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നിപ്പോ നമ്മള് മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. വളരെയധികം ആശ്ചര്യം തോന്നുന്ന, അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന, അല്ലെങ്കിൽ ഭയം തോന്നുന്ന ഒരു വാർത്തയായിട്ടാണ് നമ്മളെല്ലാവരും ആ ഒരു ന്യൂസ് കേട്ടത്. എന്തുകൊണ്ടാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ കുട്ടി ഇത്രയും മാരകമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഉമ്മയോട് പ്രതികരിച്ചത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരൊക്കെ ചില സമയത്ത് മാതാപിതാക്കളെ തിരിച്ചറിയാതെ പോവാറുണ്ട്. മാതാപിതാക്കളെ തല്ലും, കുത്തും, അതുപോലെ തന്നെ ദ്രോഹിക്കും, പല രീതിയിൽ പിന്നെ വീട്ടിൽ നാശനങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, ഈ ഞാനടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഈ നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ചെറുപ്പത്തിലേക്ക് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അത്ര കാര്യമാക്കൂല. എന്നാൽ ഈ ലഹരിയേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ഗെയിമുകളും എന്ന് പല രക്ഷിതാക്കൾക്കും അറിയില്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരു പിന്നെ നാരങ്ങ വെട്ടുന്നതോ അല്ലെങ്കിൽ ക്യാരറ്റ് വെട്ടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ചെറിയ ഗെയിമൊന്നും അല്ല. അവിടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് കുട്ടികൾ പിടിക്കടാ, അങ്ങോട്ട് വെട്ടടാ, ഇങ്ങോട്ട് വെട്ടടാ എന്ന് പറഞ്ഞിട്ടൊക്കെ കളിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. ഇതിനെ കുറിച്ചിട്ടൊന്നും രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. പലപ്പോഴും പല രക്ഷിതാക്കൾ ഇവിടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട്, സാറേ മോൻ ഗെയിമിൽ എപ്പോഴും കളിക്കും, എന്തൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം, അവിടെ വെട്ടടാ ഇവിടെ വെട്ടടാ എന്നുള്ളത്. അപ്പൊ അത് നിർത്താൻ പറഞ്ഞ് നിർത്തുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ മയക്കുമരുന്നിനേക്കാൾ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പിന്നെ അവസ്ഥയാണ് ഗെയിമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലഹരി കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരും കാണാതെ സ്വകാര്യമായിട്ട് സ്ഥലങ്ങൾ വേണം, അതിന് പൈസ വേണം, സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷെ സ്വന്തം മാതാപിതാക്കൾ അപ്പുറത്തിരിക്കുമ്പോഴാണ് മക്കൾ ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതങ്ങ് കൈവിട്ടു പോകുന്ന സമയത്താണ് പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മാതാപിതാക്കൾ ഇതിന്റെ പിറകെ പോകുന്നതും കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്നതൊക്കെ. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് മൊബൈൽ ഫോൺ എന്നുള്ളത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ കോഴ്സുകളുടെ കാര്യമായിട്ടും ക്ലിനിക്കിന്റെ കാര്യമായിട്ടും ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ക്ലിനിക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. പക്ഷെ അതിനൊരു പരിധി അല്ലെങ്കിൽ ഒരു സമയം നിർണ്ണയിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു മതപണ്ഡിതനാണെങ്കിൽ പോലും അയാൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മൊബൈൽ ഫോൺ വീട്ടിലിരുന്ന് നോക്കും, പള്ളിയിലിരുന്ന് നോക്കും, പല സ്ഥലങ്ങളിൽ നോക്കും. പോലീസുകാരാണെങ്കിൽ പോലീസുകാരൻ, ഈ എല്ലാ മേഖലയിലുള്ളവരും ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഒരു സമയമില്ലാതെ രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്ന്, അതേപോലെ തന്നെ വീട്ടിലിരുന്ന് എന്റെ ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിലും അസ്വസ്ഥതകളുണ്ട്. അതിനൊക്കെ ഒരു ടൈം നമ്മൾ നിർണ്ണയിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമയം ഭാര്യയ്ക്ക് കൊടുക്കാതെ, ഭർത്താവിന് കൊടുക്കുന്ന സമയം ഭർത്താവിന് കൊടുക്കാതെ, മക്കൾക്ക് കൊടുക്കുന്ന സമയം മക്കൾക്ക് കൊടുക്കാതെ നമ്മൾ അതിനിങ്ങനെ അടിമപ്പെട്ട് ജോലിയാണെങ്കിലും നമ്മളെ വരുമാന മാർഗങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ പിന്നീട് റിമാർക്കാവും എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കും അതിനോടാണ് താല്പര്യം. ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു, പിന്നെ കുട്ടി മൊബൈലിൽ കളിച്ചിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് ബുക്ക് എടുത്തിരിക്കുന്നു, അപ്പുറത്ത് അച്ഛനും വന്ന് ബുക്ക് എടുത്തിരിക്കുന്നു. കുട്ടി കുറെ നേരം മൊബൈലിൽ നോക്കിയിട്ട് കുട്ടി മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് കുട്ടി പോയി ബുക്ക് എടുത്തു. അത് ചെറിയ കുട്ടിയായ കാരണത്താൽ. പക്ഷെ നന്നായിട്ട് വളർന്ന മക്കളൊക്കെ അമ്മ അവിടെ നിന്ന് വായിച്ചു, അച്ഛൻ അവിടെ നിന്ന് വായിച്ചു, എനിക്ക് ഇതിൽ കുറച്ച് ഗെയിം കളിക്കാണ്ട് പറയും. അപ്പൊ ആ തന്ത്രങ്ങളൊന്നും ഇപ്പൊ നടപ്പാവല് എളുപ്പമല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിലെ മക്കള് ഗെയിം കളിക്കുന്ന ഒരു സ്വഭാവം, അത് ഏത് ഗെയിമാണ് എന്ത് ഗെയിമാണെന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കണം. ഞാനൊക്കെ നമ്മുടെ കുടുംബത്തിൽ ആ രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് കുറെ എതിർത്ത് അതിനൊക്കെ മാറ്റി നിർത്തിയതാ. ചെറിയ രീതിയിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾ കളിക്കും. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഇനിയിപ്പോ ചില രക്ഷിതാക്കൾ പറയും, അല്ലെങ്കിൽ ചില ആളുകൾ പറയും, ഞാൻ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, മൊബൈലൊന്നും കാണലില്ല. ഈ മൊബൈൽ ഉപയോഗിക്കാറില്ല, മൊബൈൽ വീഡിയോസുകൾ കാണാറില്ല, അല്ലെങ്കിൽ മൊബൈലിന് പിന്നാലെ പോകുന്നില്ല എന്ന് പറയുന്ന ഈ രക്ഷിതാവ് വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ ആ ടി വിയിൽ ന്യൂസ് കേട്ടിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും ചാനലുകളായിട്ട് സജീവമാണ്. അയാൾ അതിനൊരു തെറ്റായിട്ട് കാണൂല. മൊബൈൽ ഉപയോഗിക്കൂല, മൊബൈലിൽ കുത്തിരിക്കൂല എന്ന് അയാൾ പറയുള്ളൂ. പക്ഷെ മൊബൈൽ ഉപയോഗിക്കാത്ത പല രക്ഷിതാക്കളെയും എനിക്കറിയാം, പല ആളുകളെയും എനിക്കറിയാം. അവരെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ ആ ടി വി ചാനലുകളിൽ അവർ തിരക്കില്ല, പല വാർത്തകൾ കണ്ടിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ പല ന്യൂസുകളൊക്കെ കേട്ടിട്ടും. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാത്തിലും ബിസി ആണ്. ഏതൊരു കാര്യത്തിനും ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ. പക്ഷെ ഉപയോഗിക്കുന്നത് ഏതാന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് മക്കളെ കഴിയും. ഈ ഗെയിമിന്റെ കാര്യത്തിൽ എപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ രക്ഷിതാക്കളും പറയുന്നതാണ്, നിങ്ങളൊരു സിനിമ കാണുകയാണെങ്കിൽ, കാണണം എന്നല്ല, ഒരു സിനിമ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോമഡി കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കുട്ടികൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ചൂണ്ടിട്ട് കാര്യമില്ല. എന്നാൽ ഗെയിം, പലരും പറയും കുട്ടി മോനെ ഗെയിം മാത്രമേ കളിക്കുള്ളൂ,
ഗെയിം മാത്രമേ കളിക്കുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല എന്നുള്ളത്. ഈ ഗെയിം കളിക്കുന്നത് പല രീതിയിലുള്ള ഗെയിമുകൾ മാരകമായിട്ടുള്ള മയക്കുമരുന്നിനേക്കാൾ ലഹരിയായിട്ട് അത് കിട്ടാതെ വരുമ്പോൾ, കാരണം അവന് കമ്പനിയായിട്ട് കളിക്കുന്ന ഗെയിമാണ്, അവന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇജ്ജ് അവിടെ കയറടാ ഇവിടെ കയറി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തുമ്മടക്കുന്ന ഫോൺ കിട്ടുന്നില്ല, അമ്മ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ വയലന്റ് ആകും, ലഹരി കിട്ടാത്ത സമയത്ത് വയലന്റ് ആകുന്നത് പോലെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഗെയിം മാത്രമേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പകരം ഏത് ഗെയിമാണ് എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ നോക്കുന്നത് നല്ലതാ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 10, 20, 22, 23 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവര് മൊബൈൽ ഫോണിൽ വല്ലാതെ കൊണ്ടുപോയിട്ട് തലയിടാതെ ഇരിക്കുന്നതും നല്ലതാണ്. എന്നാലും അവര് ഏത് സമയത്ത് ഉറങ്ങുന്നത് എന്താന്നുള്ളതൊക്കെ ചെറുതായിട്ട് നോക്കുക. അത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോ. കാരണം ഇപ്പോ പഴയ പോലല്ല ഒരാളുടെ കയ്യിൽ 2, 3 മൊബൈൽ ഫോണുകളാണ്. നമ്മുടെ ചെറിയ മക്കളിൽ പോലും അവരവരുടേതായ പ്രായത്തിന്റെയും പരിധിയുടെയും ആ ഒരു അവസ്ഥയിൽ അവരതിന് ഭയങ്കര ബിസിയാണ്. നമ്മൾ പറയും ഞാൻ ഉസ്താദിന്റെ വയല് കേൾക്കുകയാണ്, അതല്ലെങ്കിൽ ഞാൻ മദ്രസത്തെ കാര്യം കാണുകയാണ്, അതല്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്റെ പ്രഭാഷണമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതിനെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ആവശ്യമുള്ളതാണ് ഗെയിംസ്, അതുപോലെ കോമഡി കാര്യങ്ങൾ അവരതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഇതിൽ വ്യാപൃതരാണോ അത്രത്തോളം വീട്ടിൽ മറ്റുള്ളവർ കുട്ടികളും വ്യാപൃതരായിരിക്കും. എന്താണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എത്ര തന്നെ മൊബൈൽ ഫോണിനെ എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ എത്രത്തോളം അത് പിന്നെ അഡിക്റ്റ് ആയിട്ടുണ്ട്, നിയന്ത്രിക്കണം എന്ന് പറയുന്നവർ പോലും ഒരു പരിധിയിൽ കൂടുതൽ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്ര ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, എന്താണ് ഏതാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഗെയിമുകൾ പലപ്പോഴും കുട്ടികൾക്ക് വാശി കൂട്ടും, ദേഷ്യം, ഭയങ്കര ക്ഷമയില്ലാത്തൊരവസ്ഥയിൽ ഈ ഗെയിം കളിക്കുന്ന കുട്ടികൾ എത്താറുണ്ട്. കാരണം അതിങ്ങനെ മറ്റോനെ വെട്ടാനും തുരത്താനും ജയിക്കാനും വേണ്ടിയുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ചിന്തയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ആ ഒരു ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ വാശിയും ദേഷ്യമൊക്കെ മക്കളിൽ കൂടിയിട്ട് അത് വലിയ അപകടത്തിലേക്ക് പോകുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ ഗെയിം കളിക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ വാശി കയറിയതും ആ ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചതും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ തുടക്കത്തിലെ അത്രയും ഗെയിമുകൾക്ക് പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. ചെറിയ മക്കൾ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പല മാതാപിതാക്കൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ഗെയിം എടുത്ത് കൊടുക്കാറുണ്ട്. അറിയാത്ത കുട്ടികൾക്ക് ഗെയിം പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ കുറച്ച് നേരം ഗെയിമും കളിച്ച് അവിടെ ഇരുന്നോളെന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷേ കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിനേക്കാൾ വലുതായി സെർച്ച് ചെയ്യും, കണ്ടുപിടിക്കും, അതിനടിമപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമ്മൾ അതിൽ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എനിവേ എന്താണെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ, ഒരുപാട് ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുക ചെയ്യുള്ളൂ. ചെറിയൊരു ശ്രദ്ധ നമ്മളിലും അതുപോലെ തന്നെ മക്കളിലും ഒക്കെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ മനോനിയന്ത്രണത്തിന്റെ ചില മാർഗങ്ങളൊക്കെ നമ്മൾ സ്വയം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു കുട്ടി ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു, ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആശ്ചര്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഭക്ഷണം നേരത്തിന് എത്താത്തതിന്റെ പേരിൽ ഭാര്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താക്കന്മാരുടെ ന്യൂസ് നമ്മൾ കേട്ടില്ലേ? ഭാര്യ മൊബൈലിൽ കളി കൂടിയതിന്റെ പേരിൽ ഭാര്യനെ ഇല്ലായ്മ ചെയ്ത ഭർത്താക്കന്മാരുടെ ന്യൂസ് നമ്മൾ കേട്ടില്ലേ? അതേപോലെ തന്നെ ഭർത്താവ് മൊബൈലിൽ കൂടുതൽ സമയം ഇരുന്നു, അസ്വസ്ഥമായ ഭാര്യ തലക്കടിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടില്ലേ? ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളൊരു കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിന് വലിയ കാര്യമായിട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രം. ഏത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഏത് മതപഠന കലാലയങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലായിടത്തും എല്ലാ കാര്യത്തിലും ശ്രദ്ധ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ടത് മറ്റാരുമല്ല, എന്റെ കാര്യത്തിൽ ഞാനാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പരസ്പരം ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും പിന്നെ മുഖത്ത് ചളിവാരി തേച്ചിട്ടോ വലിയ കാര്യമൊന്നുമില്ല. ഈ ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവനവന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആരാന്റെ വീട്ടിൽ കള്ളം കയറൂല എന്ന് പറയുന്നത് പോലെ അവനവന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ലോകത്തിന് സമാധാനം ഉണ്ടായിരിക്കും, ശാന്തി ഉണ്ടായിരിക്കും. പടച്ചിറപ്പാരവസ്ഥയിലേക്ക് ശാന്തിയും സമാധാനത്തിലും എത്താൻ നമുക്ക് മനസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടുകൂടി റസാഖ്.